ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന പലതരത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും, ചെടികൾ കാണാൻ പറ്റും, അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യാം, അതൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇവിടെ അടുത്തൊരു നഴ്സറിയിലാണ്. അവിടെ ഫ്ലവർ ഷോ നടക്കുമായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. ഇനീഷ്യലി കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വിലയൊക്കെ, ചിലതിൻ്റെയൊക്കെ വില ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചട്ടിക്കകത്ത് ഒരു ചെടിയാണ് വളരുന്നത്. ഇവിടെ ഒരു ചട്ടിക്കകത്ത് തന്നെ 5-6 ചെടി ഒരുമിച്ച് വളർത്തും. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. കൂടുതലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഈ നഴ്സറി ഞാൻ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. കോവിഡ് ആയിരുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു പ്ലാന്റ്സ് മേടിച്ച് കൂട്ടുക എന്ന് പറയുന്നത്. അപ്പം കോവിഡ് സമയത്ത് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്കിവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ. ആ ബാൽക്കണിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഫോളിയേജ് പ്ലാന്റ്സ് ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. കാരണം ഫ്ലവേഴ്സ് ചില സീസണല്ലേ, അതുകൊണ്ട് ഞാൻ ഫോളിയേജ് പ്ലാന്റ്സ് ആയിരുന്നു വെച്ചിരുന്നത്. അതൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇവിടുത്തെ 2-3 നഴ്സറികളിൽ നിന്നായിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മേടിച്ചേക്കുന്നത് ഈ നഴ്സറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി കുറേ ചെടികളും പൂക്കളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഒരുപാടെണ്ണം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കണ്ടു. പിന്നെ അവിടെ പലതരത്തിലുള്ള ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പലതരത്തിലുള്ള ചട്ടികളുണ്ട്, ചെറുത് തൊട്ട് വലുത് വരെ, പിന്നെ പല കളേഴ്സിലുള്ള പല ഷേപ്പിലുള്ള. പിന്നെ ഇവിടെ കിട്ടുന്നതാണ് ഈ സീഡ്സ്, പലതരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും സീഡ്സ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചിലതൊക്കെ മേടിച്ച് നാട്ടിൽ കൊണ്ടുപോകാറുണ്ട്. നാട്ടിൽ പക്ഷേ അതധികം പിടിക്കുന്നില്ല. അതെന്തോ എനിക്കറിയത്തില്ല, നമ്മൾ നോക്കുന്നതിൻ്റെ കുറവാണോ എന്നറിയത്തില്ല, പിടിച്ചിട്ടില്ല. ഏതായാലും ഈ വർഷവും ഞാൻ കുറച്ച് മേടിച്ചു. ഇവിടെ നിന്നാണ് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെ കുറേ അതിൻ്റെ അകത്ത് പല പല ഗാർഡൻസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല പല ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഗാർഡനായിരുന്നു ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേക്ക് വെച്ചിരുന്നത്. അതിനകത്ത് എങ്ങനെ പ്ലാന്റ്സ് വെക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കും കുറച്ച് ഐഡിയ ഉണ്ടാകും മാത്രമല്ല, നമുക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് പ്ലാന്റ്സിൻ്റെ വില എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനൊരു ഗാർഡൻ നമ്മുടെ മുറ്റത്ത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം കോസ്റ്റ് മുടക്കേണ്ടി വരും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേയധികം പ്ലാന്റ്സ് കാണാൻ പറ്റി, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി, നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ US നമുക്കൊരു നല്ല പ്ലാന്റും കുറേയധികം ഇങ്ങനെ ഫ്ലവേഴ്സും വെച്ചിട്ട് നല്ലൊരു ഗാർഡനൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണേ നല്ലൊരു എമൗണ്ട് ചിലവാകും കേട്ടോ. നാട്ടിലെ പോലെയല്ല, ഇവിടെ നല്ല വിലയാണ് ഈ പ്ലാന്റ്സിനൊക്കെ. ഈ ചെറിയ നമ്മുടെ ഈ മണി പ്ലാന്റ് ഇല്ലേ, മണി പ്ലാന്റിൻ്റെ ചെറുതിന് പോലും ഇവിടെ ഒരു $10 വില. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മറ്റ് ചെടികളുടെ കാര്യം. മണി പ്ലാന്റ് ഈസിലി പിടിക്കുന്ന ചെടിയാണ്. അപ്പം ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഒരു സീസണൽ പ്ലാന്റ്സ് ആണ് കൂടുതലും ഇതിൻ്റെ അടുത്ത് കാണുന്നത്. ആ സീസൺ കഴിയുമ്പോൾ ഇതങ്ങ് പോവും. പിന്നെ മേടിച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പിന്നെ ബൾബൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മേടിച്ച് നമ്മുടെ മുറ്റത്തിട്ട് വെക്കാം. ഒരു സ്പ്രിങ് സീസൺ ആകുമ്പോൾ തന്നെ ഇതൊക്കെ കിളുത്ത് വരും. അങ്ങനത്തെ ചെടികളും ഉണ്ട് കേട്ടോ. അതും ചെയ്യുന്നവർ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ നല്ലതെന്ന് എനിക്ക് തോന്നിയേക്കുന്ന ഒരുപാട് എവർഗ്രീൻ പ്ലാന്റ്സ് അല്ലേ, അതെങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ഒക്കെ ആയിട്ട് നട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഏത് സമയവും കാണുമല്ലോ. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടതാനും ഇതിൻ്റെ പുറകെ നടന്ന് ഒത്തിരി കഷ്ടപ്പെടുകയും വേണ്ട. അങ്ങനെയുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് വേണ്ടവർ നല്ലതായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനേഴ്സിൻ്റെ പേരും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് തീമിലാണ് ഇവരുണ്ടാക്കിയെന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ തരം ചെടികളും ഉണ്ട് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുള്ളാണോ. അപ്പം എന്നാൽ എല്ലാവരും ഒന്ന് ഗാർഡൻ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഇതിൻ്റെ അകത്തുനിന്ന് ചിലർക്കൊക്കെ ഒത്തിരി ഐഡിയാസ് കിട്ടും. ചിലർക്കൊക്കെ ചില പ്ലാന്റ്സ് കാണാൻ ഇഷ്ടമാണ്, ഫ്ലവേഴ്സ് കാണാൻ ഇഷ്ടമാണ്, അവർക്കും ഒരുപാട് ഉപകാരപ്പെടും. സോ എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ്.